2000+ സ്റ്റുഡൻസിന് കേരളത്തിൽ നിന്ന് 2024 ജനുവരി ഇൻടേക്കിന് എബ്രോഡ് പോകാൻ സാധിച്ചില്ല. അവർ വരുത്തിയ മിസ്റ്റേക്സ് അറിയാൻ ഏകദേശം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ 5000-ലധികം കുട്ടികളോട് നമ്മുടെ മെന്റേഴ്സ് സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു സത്യം മനസ്സിലായത്. ഇത്രയധികം കുട്ടികൾക്ക് എബ്രോഡ് പോകാൻ മിസ്സായതിന്റെ മേജർ റീസൺസ് 3 എണ്ണമാണ്. ദ ഫസ്റ്റ് റീസൺ ഈസ് മിസ്സിംഗ് ഡെഡ് ലൈൻസ്. അതായത് ഒരു യൂണിവേഴ്സിറ്റി അതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യാനും വിസ ചെയ്യാനും പോകാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഒരു ഡെഡ് ലൈൻസ് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഡെഡ് ലൈൻ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻടേക്ക് മിസ്സാവുകയും പിന്നെ നെക്സ്റ്റ് ഇൻടേക്കിൽ മാത്രമാണ് പോകാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഈസ് നോട്ട് പ്ലാനിങ് ഇനഫ്. നിങ്ങൾ എബ്രോഡ് പോകാൻ നോക്കുമ്പോൾ അതിന്റെ ഫിനാൻസ് നോക്കണം, ഡോക്യുമെന്റ്സ് നോക്കണം എന്നിങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തില്ല എങ്കിൽ സമയത്ത് റെഡിയായി എന്ന് വരില്ല. തേർഡ് ഈസ് നോട്ട് ഡൂയിങ് ഇനഫ് റിസർച്ച്. നിങ്ങൾ എബ്രോഡ് പഠിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ കൂട്ടുകാരന് പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാതിരിക്കാൻ ബീയിങ് എബ്രോഡിന്റെ 1+1 മെന്റർ പ്രോഗ്രാമിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഒരു ഏജൻസി അല്ലാത്തത് കൊണ്ട് തന്നെ അൺബയസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് പറഞ്ഞു തരാനും നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള ഏജൻസീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ടൈമിൽ ഡ്യുവൽ സപ്പോർട്ടോടെ എബ്രോഡ് എത്തുന്നവരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ബീയിങ് എബ്രോഡ് മെന്റേഴ്സ് കൂടെ ഉണ്ടാകും. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബയോയിലെ ലിങ്കിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാം. ഓർ നിങ്ങൾക്ക് ബീയിങ് എബ്രോഡ് ആപ്പ് ത്രൂ നമ്മുടെ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ താഴെ ഇൻട്രസ്റ്റഡ് എന്ന് കമന്റ് ചെയ്യുക.